കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും റിയേജന്റും പിന്നെ കൺവേർഷൻസും ആണ് മെയിൻലി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആൽക്കഹോൾസ് ഫീനോൾസ് ചാപ്റ്ററിലും എന്താണ് പ്രൊപ്പാൻ 1 ഓളിനെ പ്രൊപ്പാൻ 2 ഓൾ ആക്കാനായിട്ട് നമുക്ക് HBr അല്ലെങ്കിൽ അക്വസ് ആയിട്ടുള്ള KOH അല്ലെങ്കിൽ H2SO4 H2 നോക്കിയാൽ മതി. അങ്ങനെ കുറെ ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആക്ച്വലി പറയാം ഫോർമുല വൈസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ എഴുതി പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. എഴുതി തന്നെ പഠിക്കണം, പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ചീറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി എക്സാം ടൈമിൽ ഒരു റിഫ്രഷ് ചെയ്യാൻ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇതിലും എന്താ ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡിലും ഇങ്ങനത്തെ ഉണ്ട്. മാർക്ക് ഇത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പല പല വേർഷങ്ങളിൽ. അപ്പൊ നമ്മൾ അതും നോക്കേണ്ടതാണ്. ഐഡോഫോം ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. പിന്നെ അമീൻസിന്റെ ചാപ്റ്ററിലും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാം. പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാല് മൾട്ടി സ്റ്റെപ്പ് കൺവേർഷൻസ്. അപ്പം കൺവേർട്ട് എത്തനോൾ ടു ബ്യൂട്ടനോൾ. ആ ഒരു ടൈപ്പിൽ എന്ത് വരും, ആദ്യം നമ്മൾ എത്തനോൾ എടുക്കും, എന്നിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് PCC ഇതാക്കും, CH3CHO ആക്കും, പിന്നെ ഇൻ ദ പ്രസൻസ് ഓഫ് ഇത് നമുക്ക് ഇത് ലൈക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും, പിന്നെ അതിന് ശേഷമാണ് ബ്യൂട്ടനോൺ ആക്കുന്നത്. അപ്പൊ ഇത്രയും പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു 3 മാർക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബെൻസീൻ ടു ആനലൈൻ. ബെൻസീൻ ആദ്യം എടുക്കുക, എന്നിട്ട് കോൺസെൻട്രേഷൻ ആയിട്ടുള്ള നൈട്രിക് ആസിഡ് ഒഴിക്കുക, എന്നിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഓർ ലൈക്ക് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ദെൻ വാട്ട്, എന്നിട്ട് നമുക്ക് ഇതിൽ എന്ത് കിട്ടും, NO2 കിട്ടും. നമ്മൾ നൈട്രിക് ആസിഡ് വെച്ചാണല്ലോ ചെയ്യുന്നത്, അപ്പം NO2 കിട്ടും. എന്നിട്ട് NO2നെ ഇതിന്റെ പ്രസൻസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അമീൻ കിട്ടും. ഓക്കെ, Fe ഇൻ ദ പ്രസൻസ് ഓഫ് HCl, അപ്പം അമീൻ കിട്ടും. ഇനിയും അനലൈൻ ടു ഐഡോബെൻസൈൻ. അപ്പൊ അതിൽ നമ്മൾ നമ്മുടെ യൂസ് ചെയ്യേണ്ട മെത്തേഡ്സ് ഒക്കെ പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ചെയ്തു പോയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഹൈ ഫ്രീക്വൻസി റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, വൈ ആർ അരൈൽ ആൻഡ് വിനൈൽ ഹാലൈഡ്സ് ലെസ് റിയാക്റ്റീവ് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു റെസണൻസ് ലോൺ പെയർ ഓഫ് ഹാലജൻ delocalized into ring അല്ലെങ്കിൽ അരയിൽ or pi bond or vinyl giving a partial double bond character. Okay, in the അരയിൽ എന്താ ഒരു ലോൺ പെയർ ഉണ്ടാവും, വിനൈലിന് ഒരു ഡബിൾ ബോണ്ട് പെയർ ക്യാരക്ടർ ടു CX, മേക്കിംഗ് ഇറ്റ് ഹാർഡർ ടു ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനിയും എന്താണ്, why is SN2 favored by primary halides and SN1 by tertiary halides? SN2 needs എന്താണ് ബാക്ക് സൈഡ് അറ്റാക്ക് ലെസ്. ഇത് ഞാൻ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് കേട്ടോ, പക്ഷെ നിങ്ങൾ എക്സാമിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. എനിവേസ് ഒരു 2 മാർക്ക് ആണെങ്കിലും കുറച്ചുകൂടി പോയിന്റ്സ് എഴുതും. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, why is chloroform stored in hard അല്ലെങ്കിൽ ഡാർക്ക് ബോട്ടിൽസ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് എത്തനോൾ? എന്ന് വെച്ചാൽ ലൈറ്റ് കോസസ് ഓക്സിഡൈസേഷൻ ഓഫ് 2A ടോക്സിക് ആയിട്ടുള്ള ഫോസ്ജീൻ അതറിയാലോ, COCl2, ആൻഡ് എത്തനോൾ കൺവേർട്സ് ടു ഹാംലെസ് ഡൈ ഇഥൈൽ കാർബോണേറ്റ് ആയിട്ട് മാറ്റും. ഇനി ആൽക്കഹോൾസ് ഫീനോൾസിന്ന് ചോദിച്ചിട്ടുള്ള ടോപ്പ് റീസണിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ ഈസ് ഫീനോൾ മോർ ആസിഡിക് ദാൻ എത്തനോൾ? എത്തനോളിനെക്കാട്ടും എന്തുകൊണ്ടാണ് ഫീനോൾ മോർ acidic ആവുന്നത് എന്ന് വെച്ചാൽ ഫീനോക്സൈഡ് ഓക്സൈഡ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ് വിത്ത് ബെൻസൈൻ റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ നെഗറ്റീവ് ചാർജ്. എത്തോക്സൈഡ് ഹാസ്, അതായത് ഉറപ്പായിരിക്കും അസിഡിക് ആയിരിക്കും. കാരണം എന്താ, അത് കുറച്ചുകൂടി ഇങ്ങനെ പിടിച്ചു നിൽക്കുമല്ലേ, ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, ആ ഒരു ബെൻസീൻ റിങ് ഇതിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്തായാലും ആസിഡ് ലൈക്ക് എത്തനോളിനെക്കാട്ടും ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. വൈ ഡസ് ഫീനോൾ undergoes electrophilic substitution easily? കാരണം OH is an electron donating activating ആയിട്ടുള്ള ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇൻക്രീസിങ് എന്താണ്, ഇലക്ട്രോൺ ഡെൻസിറ്റി അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വൈ cannot tertiary alcohol be oxidized to aldehyde or ketone? എന്ന് പറഞ്ഞാൽ tertiary carbon has no alpha hydrogen. Oxidization requires at least 1 hydrogen on the carbon. അതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെയും റെഡ്യൂസ് ടോളറൻസ് ഏജന്റ് അതിന്റെ ആൽഡിഹൈഡ് ഹാവ്. വൈ ഡസ് ആൽഡിഹൈഡ്സ് റെഡ്യൂസ് ടോളറൻസ് റിയേജന്റ് ബട്ട് കീറ്റോൺസ് ഡു നോട്ട്? ആൽഡിഹൈഡ്സിന് ഒരു ഹൈഡ്രജൻ ഉണ്ട്, എന്താണ്, ഡയറക്ട്ലി ഓൺ ദ കാർബണൈൽ ഗ്രൂപ്പ് ആണ് അല്ലെ, ക്യാൻ ബി ഓക്സിഡൈസ്. പക്ഷെ കീറ്റോൺസിന് പറഞ്ഞാൽ ഹാവ് നോ സച്ച്, ഒരു ഹൈഡ്രജൻ ഉണ്ടോ കീറ്റോൺസിന്? ഇല്ല. C ഡബിൾ ബോണ്ട് O അങ്ങനത്തെ ഒരു ഗ്രൂപ്പില്. സോ ദേ ക്യാൻ നോട്ട് ഓക്സിഡൈസ് അണ്ടർ മൈൽഡ് കണ്ടീഷൻ. ഓക്കെ,
Why is Canizaro's reaction given only by aldehyde without alpha H? കാരണം in aldol, alpha H is removed by the base. Without alpha H, no aldol possible. So disproportionation അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ occur ചെയ്യും. Why are carboxylic acid stronger than phenols and alcohols? എന്തുകൊണ്ടായിരിക്കും? കാർബോക്സാലൈറ്റ് ഒരു അയോൺ ഉണ്ടല്ലോ, has better resonance stabilizer. അതിനെക്കാട്ടും അതായത് നമ്മുടെ ഫീനോളിനെക്കാട്ടും അല്ലെങ്കിൽ ആൽക്കഹോളിനെക്കാട്ടും സ്റ്റെബിലൈസേഷൻ ആ ഒരു ഗ്രൂപ്പിനുണ്ട്. അതുകൊണ്ടാണ് ethoxide has no resonance stabilization at all. Okay. Why does iodoform test distinguish between acetaldehyde and benzaldehyde? Acetaldehyde എന്ന് പറഞ്ഞാൽ CH3CO ഗ്രൂപ്പ് ആണ്, മീഥൈൽ കീറ്റോൺ പാറ്റേൺ. ബെൻസാൽഡിഹൈഡിന് അങ്ങനെ ഒരു CH3 അല്ലെങ്കിൽ അഡ്ജസൻറ്റ് CO ഗ്രൂപ്പ് ഇല്ലല്ലോ, അതുകൊണ്ട് CH3CO ആണ് മെയിൻ ഐഡോഫോം ടെസ്റ്റിന്റെ മെയിൻ സംഭവം. ഇനി അമീൻസിന്റെ റീസണിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശരിയാ, ബേസിസിറ്റി ഓർഡർ ഓഫ് അമീൻസ്, ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും അക്വ സൊല്യൂഷനിൽ 2 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ഡിഗ്രി ഡ്യൂ ടു ഇൻഡക്റ്റീവ് പ്ലസ് ബെറ്റർ ഹൈഡ്രജൻ ബോണ്ടിങ്, എന്താണ് 3 ഡിഗ്രി ലൂസസ് ഹൈഡ്ര, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. വൈ കാൺ ഗബ്രിയൽ സിന്തസിസ് ബി യൂസ്ഡ് ഫോർ അരയിൽ അമീൻസ്? അരയിൽ ഹാലൈഡ്സ് are resistant to nucleophilic substitution. So K-phthalimide cannot react with them. അതായത് ഇതിനകത്ത് പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കത്തില്ല. അപ്പം ഗബ്രിയൽ സിന്തസിസിന് യൂസ് ചെയ്യുന്ന റിയേജന്റിന് അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. വൈ ഡസ് ആനിലൈൻ നോട്ട് അണ്ടർഗോ ഫ്രെഡൽ-കൊറാപ്സ് റിയാക്ഷൻ? കാരണം NH2 ഗ്രൂപ്പ് കോർഡിനേറ്റ്സ് വിത്ത് ലൂയിസ് ആസിഡ് ആസ് എ ബേസ് ഒരു സോൾട്ട് ഫോം ചെയ്യുന്നത് അല്ലെ. ഫ്രെഡൽ ക്രാഫ്റ്റ്സിന്റെ ആ ഒരു ആസിഡ് ആണ് AlCl3. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ഓർത്ത് വെക്കണം. വൈ ഈസ് അസറ്റൈലേഷൻ ഡൺ ബിഫോർ പെർഫോമിംഗ് സൾഫോണേഷൻ നൈട്രേഷൻ ഓഫ് aniline? Acetylation reduces the reactivity of NH2 group and prevent over substitution and also protect amines. Okay. ഇനിയും കെമിക്കൽ ടെസ്റ്റും അതിന്റെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, കാരണം ഇത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. ക്യുക്ക് ഫോർമുല ഷീറ്റും എക്സാം ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് ടിപ്പ് എന്നുള്ള രീതി പറയുവാണെങ്കിൽ ഐഡോഫോം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ, നല്ല ഇമ്പോർട്ടന്റ്. ഇനിയും ഓൾവേസ് റൈറ്റ് റിയേജന്റ് ആയി നമ്മളൊരു ഫോർമുല എഴുതുമ്പോൾ റിയേജന്റും എഴുതണം. ഓക്കെ, ഡ്രോ സ്ട്രക്ചറൽ ഫോർമുല വെൻ ആസ്ക്ഡ്, അതായത് സ്ട്രക്ചറൽ ഫോർമുല തന്നെ നമ്മൾ എഴുതണം. അല്ലാതെ ഇപ്പം ഒരു ഫീനോൾ അല്ലെങ്കിൽ ബെൻസീൻ എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ബെൻസീൻ എഴുതിയാൽ പോരാ, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ചുമ്മാ എഴുതിയാൽ പോരാ, നമ്മൾ ആ ഫിഗർ പോലെ വരയ്ക്കണം. ബെൻസീൻ റിംഗ് സ്ട്രക്ചർ വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഫോർ ബേസിസിറ്റി ക്വസ്റ്റ്യൻസ് ഓൾവേസ് മെൻഷൻ ഇൻഡക്റ്റീവ് എഫക്ട് അല്ലെങ്കിൽ റെസൊണൻസ് അല്ലെങ്കിൽ സോൾവേഷൻ. പിന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സാൻമെയർ ആൻഡ് സ്കീമൻ, ബാൽ സ്കീമൻ, കോമൺ അങ്ങനത്തെ ഒരു കോമൺ കൺഫ്യൂഷൻ പോയിന്റ് ഉണ്ട്, അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, റിമെമ്പർ എന്താണ് ക്ലെമൻസൺ എന്ന് പറഞ്ഞ ആസിഡിക് ആയിരിക്കും. ഹോൾഫ് ഹിഷ്ണർ എന്ന് പറഞ്ഞാൽ ബേസിക് മീഡിയത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഐഡോഫോം ടെസ്റ്റ് അറിയാലോ, I2/NaOH, അതിന്റെ പ്രസൻസിലായത് അയഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് NaOH ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അത് ഏതൊക്കെ ഗ്രൂപ്പിലാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഗ്രൂപ്പിൽ പറ്റത്തില്ല എന്ന് മെൻഷൻ ചെയ്ത്. ഓക്കെ, CH3CO, CH3CHO, CH3 അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം എന്തിന്, ഐഡോഫോമിന്, അത് മറക്കരുത്. ടോളൻസ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്സ് എല്ലാം പോസിബിൾ ആവും. ഫെലിൻസ് എന്ന് പറഞ്ഞാൽ ഓൺലി അലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആണ്. ഫോർ നെയിം റിയാക്ഷൻ, ലേൺ റിയാക്ഷൻ, റിയേജന്റ്, കണ്ടീഷൻ ആൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ DDT, ആസ്പിരിൻ, ഡയറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും പാസേജ് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വിക്ക് സമ്മറി ആയിരുന്നു ഓർഗാനിക് കെമിസ്ട്രിയുടെ. പിന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് PDF ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ PDF അയച്ചു തരാം. സോ മെയിൻ ആയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് റിപ്പീറ്റഡ് കാര്യങ്ങളുണ്ട്, അതൊന്ന് പഠിച്ചിട്ട് പോയാൽ അതായിരിക്കും സ്മാർട്ട് വേ ഓഫ് ലേണിംഗ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.